എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഈ ഒരു ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡുമായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഡ്രാമയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഹീറോയുടെ അമ്മ ഹീറോയുടെ അനിയന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം അനിയൻ, അമ്മ ഇതെന്താ, എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ്സ് ആണല്ലോ ഇന്നും ഉണ്ടാക്കിയേക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മ, മോനെ ഇതെല്ലാം നിനക്ക് എക്സാമിന് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഫുഡ്സ് ആണ്, ഇതെല്ലാം നിന്റെ ഉറക്കം കെടുത്തുകയും ചെയ്യും, അതുകൊണ്ട് തന്നെ നിനക്ക് കുറേ നേരം ഇരുന്ന് പഠിക്കാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അനിയൻ സങ്കടത്തോടു കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടെ ആ ഫുഡ് കഴിക്കുന്നുണ്ട്. ആക്ച്വലി ഇതെല്ലാം കാണുന്ന ഹീറോയുടെ അമ്മയ്ക്ക് സങ്കടമാവുന്നുണ്ടെങ്കിലും അച്ഛൻ പറഞ്ഞതൊന്നും അവർക്ക് ധിക്കരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞ മെനു അനുസരിച്ച് മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ കട്ട് ചെയ്ത് പ്രസന്റ് ടൈമാണ് കാണിക്കുന്നത്. താൻ എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിച്ചെന്നുള്ള കാര്യം ഹീറോയുടെ അനിയൻ ഹീറോയോട് പറയുന്നുണ്ട്. എന്നിട്ട് എന്തായിരുന്നാലും നിന്നെ അമ്മ വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയരുത്, അഥവാ നീ പറഞ്ഞു കഴിഞ്ഞാലും അവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകും, അങ്ങനെയാണെങ്കിലും അടുത്ത പ്രാവശ്യം ഞാൻ ഒളിച്ചോടുമ്പോൾ ഇങ്ങോട്ട് വരാതെ വേറെ എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ, നീ വിഷമിക്കേണ്ട, നിന്നെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു വിടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഹീറോയുടെ അമ്മ കോൾ ചെയ്യുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്ത ഹീറോയോടും തൻ്റെ മകനെ കാണാനില്ല എന്നുള്ള കാര്യം അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ, അമ്മ വിഷമിക്കേണ്ട, അവൻ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, ഞാൻ തന്നെ അവനെ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ അങ്ങോട്ട് കൊണ്ടാക്കിക്കോളാം, കുറച്ച് നാൾ അവനൊന്ന് റിലാക്സ് ചെയ്തോട്ടെ, അമ്മയ്ക്ക് തന്നെ അറിയാലോ അവൻ നല്ല സ്ട്രെസ്സിലാണ്, എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഉറപ്പായിട്ടും ഞാൻ അവനെ എത്തിക്കാം, ഒരാഴ്ചയില്ലേ എക്സാമിന്, അത്രയും നാൾ അവൻ എന്നോടൊപ്പം നിന്നോട്ടെ, ഞാൻ നന്നായിട്ട് അവനെ നോക്കിക്കോളാം, അവൻ പഠിക്കുന്നുണ്ടെന്നുള്ളതും ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അമ്മ, ഓക്കെ, അവൻ വളരെ സ്ട്രെസ്സിലാണെന്നുള്ള കാര്യം എനിക്കറിയാം, അച്ഛനോട് ഞാൻ പറഞ്ഞോളാം, നീ ഇപ്പോൾ ഫോണ് അവൻ്റെ കൊടുക്കാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ അനിയൻ്റെ ഫോൺ കൊടുക്കുന്നുണ്ട്. അവൻ മടിച്ച് ഫോൺ വാങ്ങിയിട്ട്, അമ്മ പ്ലീസ് എന്നെ അങ്ങോട്ട് വരാൻ മാത്രം പറയരുത്, ഒരു 3 ദിവസം ഞാൻ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തോട്ടെ, അതിനുശേഷം ഞാൻ അങ്ങോട്ട് തന്നെ മടങ്ങി വന്നേക്കാന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അമ്മ, ഓക്കെ മോനെ, നീ പഠിക്കാൻ മറക്കരുത്, അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചോളാം, എക്സാമിന് മുന്നേ മോൻ തിരികെ എത്തണം, ഇല്ലാന്നുണ്ടെങ്കിലും അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയാലോ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയുടെ അനിയനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹീറോയോട്, നിന്നോട് ഞാൻ അമ്മയോട് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറയരുതെന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇവിടെ വന്നിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞാലും നീ മിസ്സിംഗ് ആണെന്ന് അമ്മ പോയി അച്ഛനോട് പറയും, ഉടനെ തന്നെ അച്ഛൻ പോലീസിൽ വിവരം അറിയിക്കും, അതിനുശേഷം നമ്മളെ രണ്ടുപേരെയും പോലീസുകാർ തൂക്കിക്കൊണ്ടുപോകും, അത് വേണമായിരുന്നു, ഇപ്പം നിനക്ക് ഇവിടെ നിൽക്കാനുള്ള പെർമിഷൻ ഞാൻ മേടിച്ചു തന്നില്ലേ, 3 ദിവസം നിനക്ക് ഇവിടെ നിന്ന് നല്ലപോലെ റെസ്റ്റ് എടുക്കാം, പിന്നെ നീ ഇവിടെ എന്തിനാണോ വന്നത് ആ കാര്യങ്ങളും നിനക്ക് ചെയ്ത് തീക്കാം, അതിനുശേഷം അമ്മയുടെ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നീ ആ ഒരു എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അനിയൻ ഓക്കെ എന്ന് സമ്മതിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോ നേരെ ഹീറോയിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ്റെ ഓപ്പറേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹീറോ തൻ്റെ അനുജൻ ഇങ്ങോട്ട് വന്നതും അവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം ഹീറോയിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയാണ്, അവൻ കുഞ്ഞല്ലേ, കുറച്ച് നാൾ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ, അതിനുശേഷം അവന് പോവാം, ആ സമയം കൊണ്ട് എനിക്ക് അവനെ ഒന്ന് പരിചയപ്പെടണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഓക്കെ പറയുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം ഫ്രീ ആയതുകൊണ്ട് തന്നെ ഹീറോയുടെ അനിയൻ അവന് തോന്നിയ പോലെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് TV ഒക്കെ കണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോയുടെ ഫ്രണ്ട് ആയിട്ടുള്ള സൺടിയാൻ അങ്ങോട്ടേക്ക് വന്നിട്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നു, നിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു നീ വന്നിട്ടുണ്ട് എന്നുള്ളത്, നീ ഫുഡ് കഴിക്കാണോ, കുറച്ച് ഫുഡ് എനിക്കൂടെ തരാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് കാണുന്ന ഹീറോയുടെ അനിയൻ, ഫുഡ് കഴിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, ഒരു പീസ് പോലും ഞാൻ നൽകില്ല, എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്സ് എൻ്റെ കൈ കിട്ടുന്നതെന്ന് അറിയാവോ, ഇതിൽ നിന്ന് ഒരു തുള്ളി പോലും ഞാൻ തരില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സൺടിയാൻ, എടാ നീ ഇപ്പോൾ താമസിക്കുന്ന എൻ്റെ വീട്ടിലാണ്, അപ്പോൾ നീ ഇവിടെ വെച്ച് കഴിക്കുന്ന ഫുഡിലും എനിക്കും കുറച്ച് അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അനിയൻ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, എത്ര നാൾ കൂടിയാണ് എനിക്ക് ഈ ഫുഡ് കിട്ടുന്നതെന്ന് അറിയാവോ, പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സൺടിയാൻ, ചേട്ടനും കൊള്ളാം അനിയനും കൊള്ളാം, എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് എന്നെ വഴക്ക് പറയുകയാണെന്ന് പറഞ്ഞ സങ്കടത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അന്ന് ഈവനിങ് ആണ് കാണിക്കുന്നത്. ഈവനിങ് ആകുമ്പോഴേക്കും ഹീറോ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൺടിയാൻ, ഹീറോയുടെ അനിയൻ ഇവർ 3 പേരുമായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്. സൺടിയാൻ പറയുന്നുണ്ട്, നിന്റെ പാരൻസ് നിന്നെ എത്രത്തോളം ടോർച്ചർ ചെയ്താലും അവരോട് ആരോടും പറയാതെ ഇങ്ങോട്ട് വന്നത് ഒട്ടും ശരിയായില്ല എന്നുള്ളത്. അപ്പോൾ ഹീറോയുടെ അനിയൻ പറയാണ്, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്, എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ്, പക്ഷെ വീട്ടുകാരും മെഡിക്കൽ ഫീൽഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൺടിയാൻ, എന്നാൽ പിന്നെ നിന്റെ പ്ലാൻ എന്താ, നിനക്ക് ഏത് കരിയറാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അനിയൻ പറയുന്നുണ്ട്, എനിക്കൊരു മ്യൂസീഷ്യൻ ആവണമെന്നാണ് ആഗ്രഹം, ഒരു നല്ല മ്യൂസീഷ്യനായിട്ട് നാട്ടിൽ പ്രശസ്തിയൊക്കെ നേടി എനിക്ക് അങ്ങ് സന്തോഷത്തോടെ ജീവിക്കണം, അല്ലാതെ ഡോക്ടറായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫൊന്നും ലീഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ആർട്സിൻ്റെ അതായത് മ്യൂസിക്കിൻ്റെ ഒരു എൻട്രൻസ് നടക്കുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്ത് നല്ല മാർക്കോടെ
പാസ്സാവണം. അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ എന്നെ ഡോക്ടർ ആവാൻ പറഞ്ഞ് വീട്ടുകാർ ടോർച്ചർ ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നീ എന്താ ജ്യേഷ്ഠ വിചാരിക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് അതെ അതെ, പക്ഷെ നാളത്തെ എൻട്രൻസിൽ നീ പാസ്സായില്ല എങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അനിയൻ നീ ഒന്ന് വെറുതെ ഇരിക്കും, ഉറപ്പായിട്ട് ഞാൻ എക്സാമിൽ പാസ്സാവും. അല്ലെ ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും എന്നെ പിക്ക് ചെയ്യാൻ നീ അവിടെ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഓക്കെ പറയുന്നുണ്ട്. കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോയുടെ അമ്മ നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അച്ഛൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അവൻ എവിടെ പോയാലും എനിക്ക് ഒരു കുഴപ്പമില്ല, വേഗം തന്നെ അവനോട് തിരികെ വരാൻ പറയണം. എൻട്രൻസ് എക്സാമിന്റെ ദിവസം അടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് അവൻ കറങ്ങി നടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വേഗം അവനോട് തിരിച്ചു വരാൻ പറയുക. ആ ഒരു മൂത്ത മകന്റെ അഡ്രസ്സും ആരെ കൊടുത്തേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അമ്മ ആ അഡ്രസ്സ് കൊടുത്തത് ഞാൻ തന്നെയാണ്. അവൻ പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് എന്തായാലും മടങ്ങി വരും. അവൻ 3 ദിവസം കുറച്ചൊന്ന് റിലാക്സ് ചെയ്തോട്ടെ, നമ്മുടെ ഭാഗത്ത് നിന്ന് അവൻ ഒരുപാട് ടോർച്ചറിങ് ഒക്കെ ഉണ്ടായിട്ടില്ലേ, കുറച്ച് നാള് അവൻ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അച്ഛൻ ദേഷ്യത്തിൽ ഇനി എങ്ങാനും അവൻ എൻട്രൻസ് എക്സാം എഴുതാൻ വരാതിരിക്കുകയോ അതിൽ ഫെയിൽ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്കാണ്. അവൻ തോറ്റു കഴിഞ്ഞാൽ നിന്നെ വൈഫായിട്ട് കൊണ്ട് നടക്കാനൊന്നും എനിക്ക് സാധിക്കില്ല, നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയുടെ അമ്മ വളരെ സങ്കടത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ തന്നെ ഹീറോയുടെ അനിയൻ ആ ഒരു എൻട്രൻസ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഭയങ്കര സന്തോഷത്തിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവന് നല്ല കോൺഫിഡൻസ് ആയിരുന്നു അവൻ ആ ഒരു എക്സാമിൽ പാസ്സാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ അവിടെ എങ്ങും ഹീറോയെ കാണാനില്ല. അതുകൊണ്ട് ഹീറോയ്ക്ക് കോൾ ചെയ്ത് നീ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ എനിക്ക് വരാൻ സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവൾ കറക്റ്റായിട്ട് നിന്നെ കണ്ടെത്തി നിന്റെ അടുത്ത് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പൊക്കോളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയുടെ അനിയൻ എൻ്റെ ജ്യേഷ്ഠനും ഗേൾ ഫ്രണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ എവിടെയാന്നുള്ളത് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്തും ഹീറോയിൻ അങ്ങോട്ട് വന്നിട്ട് ഹീറോയുടെ അനിയനിലേയും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്നവനും അതെ നീയാണോ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഗേൾ ഫ്രണ്ട്, നിങ്ങൾ എത്ര വർഷമായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 6 മാസമായിട്ട് റിലേഷൻഷിപ്പിലാണ്, നീ വാ നമുക്ക് ഡംപ്ലിംഗ് ഷോപ്പിലേക്ക് പോവാം, ഹീറോയ്ക്ക് കുറച്ച് അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് അവന് വരാൻ പറ്റാത്തതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അവൻ ഡംപ്ലിംഗ് ഷോപ്പിലേക്കോ, എനിക്കതിന് വിശക്കുന്നൊന്നുമില്ല, എനിക്ക് ഡംപ്ലിംഗ് ഒന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് നിനക്ക് ഡംപ്ലിംഗ് വാങ്ങി തരാനല്ല നിന്നെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്, ഞാൻ അവിടെയാണ് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നത്, നിന്റെ ജ്യേഷ്ഠന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ഡംപ്ലിംഗ് ഷോപ്പിൽ വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളൂ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അനിയനും ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയിനോടൊപ്പം നേരെ ഡംപ്ലിംഗ് ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയ ഉടനെ തന്നെ ഹീറോയിൻ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് പോരാങ്ങിട്ട് ഹീറോയുടെ അനിയനോട് വർക്ക് ചെയ്തു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അനിയൻ എന്നെ പറ്റി എന്താ വിചാരിച്ചത്, എന്റെ ജ്യേഷ്ഠന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് കരുതി എന്നെ ഉപദേശിക്കാൻ മാത്രമേ നിങ്ങൾ വളർന്നു, നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കേണ്ട കാര്യം എനിക്കില്ല, നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ കേൾക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് നിന്റെ ജ്യേഷ്ഠന്റെ പോലെയൊന്നും അല്ല ഞാൻ ഭയങ്കര റഗഡാണ്, ഞാൻ പറയുന്നതെല്ലാം നീ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അവരെ കോൾ ചെയ്ത് നീ ഇവിടെ ഭയങ്കര കുസൃതിയാണ് വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറയുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അനിയൻ പേടിച്ച് നിന്നെ ഞാൻ ഒരു ദിവസം വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, എൻ്റെ പാരൻസ് ഡംപ്ലിംഗ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കൊന്നും എൻ്റെ ജ്യേഷ്ഠനെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ നിന്റെ ജ്യേഷ്ഠനെ എനിക്ക് കെട്ടിച്ചു തരണ്ട, അദ്ദേഹം എന്നെ കല്യാണം കഴിച്ചാൽ മതി, അതുപോലെ നിന്റെ പാരൻസിന്റെ പെർമിഷൻ വേണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല, അവരുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ഞങ്ങൾ വിവാഹം കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന അനിയനും എൻ്റെ ജ്യേഷ്ഠൻ കണ്ടുപിടിച്ച പെൺകുട്ടി അത്ര നിസ്സാരക്കാരിയല്ല എന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തൻ്റെ അനിയൻ കുക്ക് ചെയ്യുന്ന കാണുന്ന ഹീറോയ്ക്ക് ഒരുപാട് ഇങ്ങനെ കൗതുകമാവുന്നുണ്ട്. കാരണം വീട്ടിലും അവൻ ഇതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, താൻ പറഞ്ഞാൽ പോലും ഇത്ര അനുസരണയോടെ തൻ്റെ അനിയൻ കുക്ക് ചെയ്യില്ല, ഹീറോയിൻ ഒരു കില്ലാടി തന്നെ ഹീറോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം തൻ്റെ അനിയൻ കുക്ക് ചെയ്യുന്നത് ഹീറോ വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയുടെ അനിയന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. എന്നാലും എല്ലാം കൺട്രോൾ ചെയ്തിട്ട് ഹീറോയിൻ പറഞ്ഞ ജോലിയെല്ലാം ചെയ്ത് പൂർത്തിയാക്കുന്നുണ്ട്. അങ്ങനെ എടുത്ത ഫോട്ടോസ് എല്ലാം ഹീറോ തൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഹീറോയിനെ മീറ്റ് ചെയ്ത് ഞാൻ അന്ന് പറഞ്ഞില്ലേ ആ ഒരു കമ്പനിയിൽ നിന്ന് ഫുൾ ക്യാഷ് നമുക്ക് മേടിക്കാന്നുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള സകല പ്രൂഫും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഇന്നൊരു ദിവസം കൂടെ ആ കമ്പനിയുടെ മാനേജറിനെ പോയി മീറ്റ് ചെയ്യണം, എത്രയും പെട്ടെന്ന് നിനക്ക് നിന്റെ പണം ഫുള്ള് തിരികെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് ഹീറോയുടെ അനിയൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ ഏത് സമയം നോക്കിയാലും ഹീറോനോടൊപ്പം ആണല്ലോ, കുറച്ച് ടൈം എന്നെയും കൂടെ ശ്രദ്ധിക്കുക, ഒന്നുമില്ലെങ്കിലും നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം ഞാൻ വന്നതല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഭയങ്കരമായിട്ട് സ്മൈൽ ചെയ്തിട്ട് സത്യം പറയുക നീ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വന്നത്, അല്ലാണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് വന്നതൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന അനിയൻ ഏയ് അതല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോ അവന്റെ ബാക്കിൽ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോ നേരെ ഹീറോയിന്റെ അച്ഛനെ മീറ്റ് ചെയ്യാൻ വന്നിട്ട് അദ്ദേഹത്തിന് കുറെ ഫുഡ്സ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിന്റെ അച്ഛൻ പറയുന്നുണ്ട് മോനെ പോലൊരു മരുമകനെ കിട്ടാൻ ഞാൻ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ടാവണം, എൻ്റെ മകൾ ഭാഗ്യവതിയാണ്, നീ നന്നായിട്ട് കുക്കും ചെയ്യുന്നുണ്ട്, എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള പണം അടച്ചത് നീയാണ്, ആ പണം എത്രയും വേഗം നിനക്ക് തിരികെ നൽകാനായിട്ട് ഞാൻ എൻ്റെ മകളോട് പറയാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ അതിൻ്റെ ആവശ്യമൊന്നും
ആവശ്യമൊന്നുമില്ല അച്ഛ, നിങ്ങളുടെ മകളെ ഞാൻ വിവാഹം കഴിക്കാൻ പോവല്ലേ, അവള് തന്നെയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ്, വേറൊന്നും എനിക്ക് വേണ്ട. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എൻ്റെ സ്വന്തം അച്ഛനാണ്, അച്ഛന് വയ്യാന്നുണ്ടെങ്കിലും മക്കളല്ലേ നോക്കേണ്ടത്, ആ ക്യാഷ് എനിക്ക് തിരികെ വേണ്ടാന്ന് പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുന്ന ഹീറോയിന്റെ അച്ഛന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് ഹീറോയുടെ അനിയൻ വീട്ടിലിരുന്ന് ആകെ ബോറടിച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന ഹീറോയിൻ, നിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവള് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു ലൈബ്രറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ ആ ഒരു ലൈബ്രറി ഹീറോയുടെ അനിയന് ഒരുപാട് ഇഷ്ടാവുന്നുണ്ട്. പക്ഷേ അവൻ അവിടെ നോക്കുമ്പോഴേക്കും ഒത്തിരി ആളുകൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അത് കാണുന്ന ഹീറോയുടെ അനിയൻ, എന്തായിരുന്നാലും അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടപ്രകാരം ഒരു എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്തേക്കാം, ഒരു പക്ഷേ താൻ ഇപ്പോൾ അറ്റൻഡ് ചെയ്ത മ്യൂസിക് എൻട്രൻസിൽ തനിക്ക് ജയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അതുകൊണ്ട് തന്നെ പേരൻസിന്റെ ഇഷ്ടപ്രകാരം കുറച്ചൊന്ന് പഠിച്ചേക്കാന്ന് കരുതിയിട്ട് കുറച്ച് ടൈം അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ ആ ഫോട്ടോ എടുത്ത് ഹീറോയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുന്ന ഹീറോയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ആരും പറയാതെ തന്നെ തൻ്റെ അനുജൻ പഠിക്കുന്ന കാണുന്ന ഹീറോ ഉടനെ ആ ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. അത് കാണുന്ന അമ്മ ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, മോനെ അവൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരിക്കൽ പോലും ഇത്രയും സന്തോഷത്തോടെ അവൻ പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എന്തായിരുന്നാലും നിന്റെ അടുത്ത് വന്നപ്പോൾ അവൻ ഒരുപാട് മാറ്റങ്ങളുണ്ട്, നിന്റെ ഒപ്പമുള്ള ഈ 3 ദിവസം അവൻ ഒരുപാട് സന്തോഷം നീ കൊടുക്കണം, നീ വീട്ടിൽ വരുമ്പോൾ നിനക്ക് ഞാൻ എന്ത് ഫുഡാണ് ഉണ്ടാക്കി വെക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അവൻ വേഗം പോയി ഹീറോയിനെ മീറ്റ് ചെയ്തിട്ട്, ഇന്ന് നീ കാരണമാണ് അമ്മ എന്നോട് ഇത്രയും നേരം സംസാരിച്ചത്, ഇതുവരെ അമ്മ എന്നോട് ഇത്ര സ്നേഹത്തിൽ സംസാരിച്ചിട്ടില്ല, എനിവേ ഫോട്ടോ എടുത്ത് നീ എനിക്ക് അയച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, നിന്റെ ലൈഫിൽ ഇനി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുള്ളത്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് 3ാമത്തെ ദിവസമാണ്. ഇന്നാണ് ഹീറോയുടെ അനിയനെ തിരികെ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഹീറോ അവനെയും കൂട്ടിയിട്ട് നേരെ തന്റെ മുത്തശ്ശനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെറുതെ ഒന്നുമല്ല വന്നത്, നമ്മുടെ ഹീറോ നന്നായിട്ട് ഫർണിച്ചർ ഡിസൈൻ ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അവൻ ഡിസൈൻ ചെയ്ത ഒരു കസേരയും എടുത്തിട്ടായിരുന്നു മുത്തശ്ശനെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. 2 കൊച്ചുമക്കളെ ഒരുമിച്ച് കാണുന്ന ഹീറോയുടെ മുത്തശ്ശന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേരും ഞാൻ ഒരുപാട് മിസ് ചെയ്തു, ഇത് നീ ചെയ്തതാണോ, നല്ല വർക്കാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു കസേര നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോയുടെ അനിയനെ നോക്കിയിട്ട്, നീ വീട്ടിൽ ആരോടും പറയാതെ നിന്റെ ജ്യേഷ്ഠനെ കാണാൻ പോയല്ലേ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു നീ അങ്ങോട്ട് പോയത്, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും നിന്റെ ജ്യേഷ്ഠനെ ഡിസ്റ്റർബ് ചെയ്യണ്ടായിരുന്നല്ലോ, ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹീറോയുടെ അനിയൻ താൻ എക്സാം എഴുതാൻ വന്ന കാര്യമെല്ലാം മറച്ചു വെച്ചിട്ട്, ഞാൻ വെറുതെ ജ്യേഷ്ഠനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഇനി ഒരു ദിവസം മുത്തശ്ശനെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ, അത് വേണ്ട, വീട്ടിലാരോടും പറയാതെ വെറുതെ ഇങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങി നടക്കണ്ട, ഇന്ന് നീ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നിന്റെ വീട്ടിലുള്ളവർ വഴക്ക് പറയാൻ ചാൻസ് ഉണ്ട്, അതൊന്നും കേട്ട് നീ വിഷമിക്കണ്ട, നിന്റെ ലൈഫാണ് നിന്റെ മുന്നിലുള്ളത്, അത് ആർക്കും ജഡ്ജ് ചെയ്യാനുള്ള അവകാശമില്ല, നിനക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നീ ചെയ്താൽ മതി, എല്ലാവരും നിന്റെ ഒപ്പം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയുടെ അനിയൻ, അതൊക്കെ ഉള്ളത് തന്നെയാണ്, പക്ഷെ എൻ്റെ അമ്മയും അച്ഛനും എന്നെ ഒരുപാട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കില്ല, ഞാൻ ഉടനെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വരും, മുത്തശ്ശൻ എനിക്ക് ഇവിടെ താമസിക്കാൻ ഒരു റൂം തരണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന മുത്തശ്ശൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എപ്പോൾ വേണോ ഇങ്ങോട്ട് വരാം, പിന്നെ ഹീറോ നീ ചെയ്യുന്ന ഡിസൈൻസ് ഒക്കെ നന്നായിട്ടുണ്ട്, എത്രയും വേഗം ഒരു കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഓക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പോകുന്ന സമയത്തും ഹീറോയുടെ അനിയൻ, മുത്തശ്ശ ഞാൻ തിരികെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാനായിട്ട് ഒരു റൂം മാറ്റി വെച്ചേക്കണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന മുത്തശ്ശനും ഭയങ്കരമായിട്ട് സ്മൈൽ ചെയ്തിട്ട്, ഒന്നും വരില്ല, നീ വീട്ടിലേക്ക് പൊക്കോളാൻ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയും ഹീറോയുടെ അനിയനും നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ 5 മിനിറ്റിനുള്ളിൽ തന്നെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അധികം ഒന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ വന്നതിന് ശേഷം ഹീറോയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. എന്തായിരുന്നാലും നീ ഞാൻ പറയുന്നത് കേൾക്കാതെ വേറൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു, പക്ഷേ ഇപ്പം എന്തുണ്ടായി, ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പോലും നിനക്ക് ഒരിടത്തും ജോലി കിട്ടിയില്ലല്ലോ, പണത്തിന് വേണ്ടിയിട്ട് പോലും നമ്മുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ നിനക്ക് വന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്നാലും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അനിയൻ പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് സ്ട്രെസ്സായിട്ടാണ് ഞാൻ ജ്യേഷ്ഠനെ കാണാൻ പോയത്, ഇതിൽ ജ്യേഷ്ഠൻ്റെ ഒരു തെറ്റുമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. വീണ്ടും വീണ്ടും ഹീറോയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അനിയൻ, അച്ഛൻ വിഷമിക്കേണ്ട, ഈ എൻട്രൻസ് എന്തായിരുന്നാലും ഞാൻ ക്ലിയർ ചെയ്യും, നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാനൊരു ഡോക്ടർ ആയിക്കോളാം, എൻ്റെ ഇഷ്ടത്തിന് ഇവിടെ ആരും ഒരു വിലയും തരുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അച്ഛൻ, ഇതായിരിക്കും നിന്റെ ലൈഫിൽ നീ എടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്ന് പറയുന്നത്, നീ ഡോക്ടർ തന്നെ ആവണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഹീറോ ബാക്കിൽ നിന്ന് വിളിച്ചിട്ട്, അച്ഛ അവൻ്റെ ഇഷ്ടം കൂടെ ഒന്ന് പരിഗണിച്ചൂടെ, അവന് ഡോക്ടർ ആവാൻ ഒട്ടും ഇഷ്ടമല്ല, അവനൊരു മ്യൂസീഷ്യൻ ആവണം. അച്ഛൻ അവൻ്റെ റൂമിൽ എപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് അവൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്നതെന്ന് അച്ഛൻ അറിയാമോ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയുടെ അച്ഛൻ, എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല, ഇപ്പോൾ അവൻ ഡോക്ടർ ആവാമെന്ന് സമ്മതിച്ചു, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വെറുതെ അവനെ കൺഫ്യൂസ് ചെയ്യാതെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ നേരെ പോയിട്ട് അമ്മയോടും, അമ്മയെങ്കിലും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുക, അവൻ ഒരുപാട് സ്ട്രെസ്സിലാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധിക നാളൊന്നും അവൻ ഈ ഭൂമിയിൽ ഉണ്ടാവും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അമ്മയ്ക്ക് ഒരുപാട് സങ്കടം
ആവുന്നുണ്ടെങ്കിലും തൻ്റെ ഹസ്ബൻഡിനെ എതിർത്ത് ഒരക്ഷരം പോലും അവർക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട, ഈ 3 ദിവസം അവൻ അവൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചില്ലേ, ഇനിയും ബാക്കിയുള്ള സമയം അവൻ്റെ പ്രൊഫഷൻ അവൻ ഫോക്കസ് ചെയ്യട്ടെ, അവൻ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ മെഡിക്കൽ ഫീൽഡിൽ പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ അമ്മ അവൻ പാവമല്ലേന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അമ്മ എനിക്കൊന്നും കേൾക്കണ്ട, നീ ഇവിടെ നിന്ന് പൊക്കോന്നും പറഞ്ഞ ഹീറോയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. ഹീറോയും വളരെ സങ്കടത്തിലും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അവനെ തന്നെ ഹീറോ മുത്തശ്ശനെ മീറ്റ് ചെയ്യാൻ വന്നിട്ട് അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പാവ അവർ രണ്ടുപേരും ചേർന്ന് അനുജനെ ഒരുപാട് ടോർച്ചർ ചെയ്യാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന മുത്തശ്ശൻ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, രണ്ടുപേർക്കും ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ പോലെ തന്നെ അവനും ആർട്സിലാണ് ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞു നോക്കി, പക്ഷേ അവര് അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. നിനക്ക് ഈ ഫർണിച്ചർ ഡിസൈനിങ്ങിൽ ഇൻട്രസ്റ്റ് വരാൻ കാരണം തന്നെ ഞാനാണെന്ന് പറഞ്ഞ് എനിക്ക് എപ്പോഴും വഴക്കാണ്. അതുകൊണ്ട് ഞാൻ അവരോടൊന്നും പറയാൻ പോകുന്നില്ല. പാവം ആ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയാണ്, പോകുന്നതിന് മുന്നേ ഞാൻ ലാസ്റ്റായിട്ട് അവനൊന്ന് പോയി കാണട്ടെ, അവനിപ്പോൾ എവിടെ ഉണ്ടാവും എന്നുള്ളത് മുത്തശ്ശൻ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയാണ്, പിന്നെന്താ എനിക്കറിയാത്തത്, ഈ സമയത്ത് അവനൊരു പ്ലേ ഗ്രൗണ്ടിൽ ഉണ്ടാവുമെന്നും പറഞ്ഞിട്ട് അഡ്രസ്സ് കൊടുത്ത് വിടുന്നുണ്ട്. ഹീറോ നേരെ പോകുമ്പോഴേക്കും ഹീറോയുടെ അനിയൻ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോ അവനോട് പോയിട്ട്, മോൻ എന്നോട് ക്ഷമിക്ക്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പാരൻസിനോട് ഒരുപാട് സംസാരിച്ചു നോക്കി, പക്ഷെ എന്ത് ചെയ്യാനാ, അവർക്ക് നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശമൊന്നുമില്ല, നീ എന്നോട് ക്ഷമിക്കും, ഞാനൊരു ഡോക്ടർ ആയിരുന്നുവെങ്കിൽ നിനക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയുടെ അനിയൻ, അതൊന്നും സാരമില്ല ഏട്ടാ, കുറച്ച് ദിവസം മുന്നേ വരെ നീ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നതെന്ന് പറഞ്ഞ് നിന്നെ ഒരുപാട് വെറുക്കുന്നുണ്ടായിരുന്നു ഞാൻ, പക്ഷേ നിന്നോടൊപ്പം ഉണ്ടായിരുന്ന 3 ദിവസം എനിക്ക് വളരെ എൻജോയിങ് ഫുൾ ആയിരുന്നു, ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അതുകൊണ്ട് നിന്റെ മേലുണ്ടായിരുന്ന എൻ്റെ എല്ലാ ദേഷ്യവും മാറി, നീന് ധൈര്യമായിട്ട് പൊക്കും. ഇവരുടെ ഇഷ്ടപ്രകാരം ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ലൈഫ് മുന്നോട്ട് പോവില്ലല്ലോ, നിനക്ക് എന്നെ ഓർത്ത് ഒരു വിഷമവും വേണ്ടാന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരികെ നാട്ടിലേക്ക് വന്ന ഹീറോയിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് അടുത്ത് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ഒരു സ്പോർട്സിലാണ്. അവിടെ ഹീറോയുടെ സീനിയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹീറോ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്ന കാണുന്ന സീനിയർ, നീ എന്താ വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, എനിക്കിപ്പോൾ ജോബ് ഒന്നുമില്ല, അതാണ് ഇങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്നത്, സ്പോർട്സിന് നല്ലൊരു ഷൂ വാങ്ങാൻ പോലും കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സീനിയർ, നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ജോയിൻ ചെയ്തോ, എൻ്റെ ഓഫീസിൽ 2 വാക്കൻസി ഉണ്ട്, നിനക്ക് വേണമെങ്കിലും ഞാൻ അവിടെ ഒരു ജോബ് സെറ്റാക്കി തരാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. 2 വാക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം എടുത്ത് ചോദിക്കുന്നുണ്ട്. അതായത് ഹീറോയ്ക്കും ഹീറോയിനും ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 പേർക്ക് ഒരുമിച്ച് ഒരു ഓഫീസ് ജോലി കിട്ടിയാൽ ഒരുപാട് നന്നായിരിക്കില്ലേ. അതുകൊണ്ട് തന്നെ സീനിയറിനോടും എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യമെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സീനിയറും, ഈ ഒരു സ്പോർട്സ് കഴിഞ്ഞിട്ട് നമുക്ക് 2 പേർക്കും കഫേയിൽ മീറ്റ് ചെയ്യാം, നിന്റെ വേറെയും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടിക്കൊള്ളാൻ പറയുന്നുണ്ട്. കേൾക്കുന്ന ഹീറോ ഓക്കെ പറയുന്നുണ്ട്. അപ്പോൾ സീനിയറും, നീ ഗ്രൗണ്ടിലേക്ക് വരുന്നതിന് മുന്നേ ഈ ഒരു എനർജി ഡ്രിങ്ക് കൂടെ എടുത്തോണ്ട് വരാൻ പറയുന്നുണ്ട്. ഹീറോ ഓക്കെ പറഞ്ഞിട്ട് ആ ഒരു എനർജി ഡ്രിങ്ക് കയ്യിലെടുക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അത് താഴേക്ക് വീഴുന്നുണ്ട്. അത് കാണുന്ന ഹീറോ ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞ് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. കാരണം എനർജി ഡ്രിങ്ക് വലിയ വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നു, പിന്നെ എന്തുകൊണ്ടാ കയ്യിൽ നിന്ന് താഴെ വീണേന്നും പറഞ്ഞ് അവൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് കാണുന്ന സൺഡിയാൻ, നീ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഇങ്ങെടുക്ക് ഞാൻ പിടിക്കാമെന്നും പറഞ്ഞ് ആ എനർജി ഡ്രിങ്ക് വാങ്ങി നേരെ ഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഹീറോയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോയെ കാണുന്നതും ഭയങ്കരമായിട്ട് ചിയറപ്പ് ചെയ്യുന്നുണ്ട്. ഹീറോ നല്ലൊരു ഗോൾ അടിക്കുകയും ചെയ്യുന്നുണ്ട്. ഗോൾ അടിച്ച സന്തോഷത്തിലും എൻജോയ് ചെയ്യാമെന്നും പറഞ്ഞ് ഇങ്ങനെ ചാടുന്നുണ്ട്. ആ സമയത്ത് ഹീറോ കാല് തന്നെ താഴേക്ക് വീഴുന്നുണ്ട്. ആക്ച്വലി ഇതൊന്നും മുന്നേ നടന്നിട്ടില്ലായിരുന്നു. ഹീറോയ്ക്ക് തൻ്റെ ബോഡി ഭയങ്കരമായിട്ട് വീക്ക് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തനിക്ക് തോന്നിയതാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ്റെ ഫ്രണ്ടായിട്ടുള്ള സിൻഡി ആ ഒരു മാച്ച് ഭയങ്കര ആകാംക്ഷപൂർവ്വം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഹീറോയുടെ സീനിയർ ആയിട്ടുള്ള ആ ഒരു പയ്യനെ കാണുന്നതും ഇവൾക്ക് ഒരുപാട് ഇഷ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന സൺഡിയാനോട്, ഇത് നിന്റെ സീനിയർ അല്ലേ, അദ്ദേഹത്തിന്റെ വീചാറ്റ് ഐ ഡി നിന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ, എനിക്കതൊന്ന് ഒപ്പിച്ച് തരാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൺഡിയാൻ, എന്താ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അതിന് ക്രഷ് അടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളും അത് എന്ന് ഭയങ്കര നാണത്തോടെ തലയാട്ടുന്നുണ്ട്. ഉടനെ സൺഡിയാൻ, നിന്റെ ഈ മുഖത്തിന് സീനിയർ ഒന്നും സെറ്റ് ആവില്ല, വേണമെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ എണീറ്റ് പോവാണ്. ഇത് കാണുന്ന അവൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. നീ തന്നില്ലെങ്കിൽ എന്താ, ഉറപ്പായിട്ടും ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ വീചാറ്റ് ഐ ഡി ഞാൻ കൈക്കലാക്കുമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ, നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ താഴെ വീണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ, അതൊന്നും സാരമില്ല, നമ്മൾ കളിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഴലൊക്കെ പതിവാണല്ലോ, അതൊക്കെ പോട്ടെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ വൈകിട്ട് ഒരു കഫേയിൽ മീറ്റ് ചെയ്താലോ, എൻ്റെ സീനിയറും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സിൻഡിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് ഈവനിങ് കഫേയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നിങ്ങളുടെ കമ്പനിയിലും 2 വാക്കൻസി ഇല്ലേ, ഞാനും ഹീറോയിനും ആ ഒരു വാക്കൻസിക്ക് വേണ്ടിയിട്ട് റെസ്യൂമി തരട്ടേന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന
സീനിയർ ഓ അതിനെന്താ, നാളെ തന്നെ ഇന്റർവ്യൂവിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു തരാം, വേഗം തന്നെ നിങ്ങളുടെ റെസ്യൂമെയും മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്തോളാൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. ആക്ച്വലി ഹീറോയിനും ലവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും സീനിയറിന് അറിയില്ലായിരുന്നു. സീനിയറിന് ഹീറോയിനെ കണ്ടപ്പോൾ തന്നെ ക്രഷ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവളെ തന്നെ കുറച്ച് സമയമൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ആ സമയത്ത് സിൻഡി സീനിയറിനെ നോക്കിയിട്ട് ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആയില്ലേ, വീചാറ്റ് ഐ ഡി ഷെയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സീനിയറും അതിലിപ്പോ എന്താന്ന് പറഞ്ഞിട്ട് അവൾക്ക് തന്റെ വീചാറ്റ് ഐ ഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീചാറ്റ് ഐ ഡി കിട്ടിയ സന്തോഷത്തിൽ സിൻഡി നേരെ സന്ധ്യാനെ നോക്കിയിട്ട് രാവിലെ നീ എനിക്ക് നൽകിയില്ലല്ലോ, ഇപ്പൊ കണ്ടില്ലേ ഞാൻ വീചാറ്റ് ഐ ഡി മേടിച്ചു എന്നും പറഞ്ഞിട്ട് അവനെ നോക്കി നാവൊക്കെ നീട്ടി കാണിക്കുന്നുണ്ട്. ഇത് കാണുന്ന സന്ധ്യാൻ ഇവൾ എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്തായിരുന്നാലും ഇവളെ അദ്ദേഹം ലവർ ആക്കാനൊന്നും പോകുന്നില്ല, പിന്നെ എന്തിനാ ഇവൾ ഇത്ര സന്തോഷത്തിൽ തുള്ളിച്ചാടണമെന്നും പറഞ്ഞ് അവനിങ്ങനെ ഇവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അവിടെ കെട്ടിയത് അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാവിലെ തന്നെ ഹീറോയിനും ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ തന്നെ സീനിയർ വന്നിട്ട് രണ്ടുപേരുടെ റെസ്യൂമെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം അവരുടെ ഇന്റർവ്യൂസും നടക്കുന്നുണ്ട്. ഹീറോ പഠിച്ചത് ആ ഒരു ഫർണിച്ചർ ഡിസൈനിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഇന്റർവ്യൂ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ വേറെ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് അത്ര നന്നായിട്ടൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങിയിട്ട് രണ്ടുപേരും കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും ചേർന്ന് ഹീറോയിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഹീറോയിന് കുക്കിംഗ് ഒന്നും അത്ര നല്ല വശമില്ല, അവൾക്ക് ഡെസേർട്ട് ഐറ്റം മാത്രമേ കുക്ക് ചെയ്യാൻ അറിയാറുന്നുള്ളൂ. ഇത് കണ്ട ഹീറോ നിനക്ക് ഞാൻ കുക്ക് ചെയ്തുതരാം, ഇന്ന് നിനക്കും നിന്റെ അച്ഛനും എൻ്റെ വക കുക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അച്ഛൻ വരുമ്പോൾ കൊടുക്കുന്നുണ്ട്. അത് കഴിച്ചു നോക്കിയിട്ട് ഇതെന്തായിരുന്നാലും എൻ്റെ മകൾ ഉണ്ടാക്കിയതല്ല, അവൾക്ക് ഇത്ര നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയില്ല, ഇത് നീ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ അതിൽ നിന്ന് തലയാട്ടുന്നുണ്ട്. ഇത് വളരെ നന്നായിട്ടുണ്ട്, എൻ്റെ മകൾക്ക് നിന്നെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ കട്ടിയത് അടുത്ത് കാണിക്കുന്ന നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ഹീറോയിൻ ഒരു കഫേയിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പോയിട്ട് നിനക്കൊരു കാര്യം അറിയോ, എനിക്ക് ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് ലെറ്റർ വന്നു, എന്നെ അവർ അപ്പോയിൻമെന്റ് ചെയ്യാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോയിൻ സന്തോഷത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറോ നിനക്ക് ലെറ്റർ ഒന്നും വന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ ഇല്ല എനിക്ക് ലെറ്റർ ഒന്നും വന്നില്ല, എനിക്ക് ആ ഒരു ഇന്റർവ്യൂ തന്നെ പാടായിരുന്നു, എന്തായിരുന്നാലും നിനക്ക് ജോലി കിട്ടിയല്ലോ അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയാണ് രണ്ടുപേർക്കും ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഹീറോയിൻ അതോർത്ത് നീ വിഷമിക്കേണ്ട, നിനക്കെങ്കിലും നല്ല ജോലി കിട്ടിയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ഉറപ്പായിട്ടും നിനക്ക് നല്ലൊരു ജോലി കിട്ടുമെന്ന് പറഞ്ഞ് അവളുടെ ഷോൾഡറിൽ ഇങ്ങനെ തല ചായ്ക്കുന്നുണ്ട്. ഹീറോയിൻ കുറച്ചു നേരം അവനെങ്ങനെ പാമ്പർ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും കുറച്ച് ടൈം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ മീറ്റ് ചെയ്യാൻ വരും. ബൈ. പെൺകുട്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു.